നമസ്തേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വല്ലാതെ നോവിച്ചവർ ആരെങ്കിലുമുണ്ടോ? അവരുടെ വാക്കുകൾ, പരിഹാസം, പുച്ഛം ഇതെല്ലാം അന്നെന്ന പോലെ ഇന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ആരോടും പറയാൻ പറ്റാതെ ഒരു വിങ്ങുന്ന നൊമ്പരമായി, കുറ്റപ്പെടുത്തലായി, ഒറ്റപ്പെടലായി ഇന്നും നിങ്ങളെ കാർന്നുകൊണ്ടേയിരിക്കുന്നുവോ? ചിലപ്പോഴെങ്കിലും ഉമിത്തി പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ, നീതി നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ, തിരിച്ചു ചോദിക്കാൻ പോലും പറ്റാതെ പകച്ച് തളർന്നുപോയ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു പരത്തി ആരൊക്കെയോ സന്തോഷിച്ചപ്പോൾ അതിന്റെ ഉറവിടം എവിടെ നിന്ന്, എന്തിനെ എന്ന് പോലും മനസ്സിലാക്കാനാവാതെ പകച്ചു നിന്നൊരു ഭൂതകാലം നിങ്ങൾക്കുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല, ശരീരത്തെയും ഇഞ്ചിഞ്ചായി പൊടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളെ ദ്രോഹിച്ചവർ യാതൊന്നും അറിയാത്തതുപോലെ സ്വതന്ത്രമായി ചിരിച്ച് രസിച്ച് നടക്കുന്നതും കൂടി കാണുമ്പോൾ നിങ്ങളുടെ സങ്കടം ഇരട്ടിയാകുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഇതിന് പകരം വീട്ടണം. അവർ നിങ്ങളോട് ചെയ്ത അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരവസരം കിട്ടാൻ തക്കം പാർത്തിരിക്കുകയാണ് നിങ്ങൾ. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വൈരാഗ്യ ചിന്ത ജീവിക്കാൻ തന്നെയുള്ള ഒരു ഊർജമായി കൊണ്ടു നടക്കുന്നു. കാര്യം ശരി മുഴുവൻ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ കൂടി ഇത് ഒരു നെഗറ്റീവ് എനർജിയാണ്. അർബുദത്തിന് പോലും കാരണമായേക്കാവുന്ന നെഗറ്റീവ് എനർജി. നിങ്ങളെ അടിച്ചവനെ തിരിച്ചടിക്കരുത് എന്നും ദ്രോഹിച്ചവനെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം അത് സ്വാഭാവികമായി തീർച്ചയായും എളുപ്പമുള്ള കാര്യമല്ല തന്നെ. സാധിക്കുമെങ്കിൽ അപ്പോൾ തന്നെ ചെറുതായി തിരിച്ചടിക്കണം. എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും, എന്നെ മാന്തിയാൽ ഞാൻ കടിക്കും. വീറോടെ വഴക്കിടുന്ന രണ്ടു കുട്ടികളെ ഞാൻ ചെറുമന്ദഹാസത്തോടെ നോക്കിയിരുന്ന ഒരു ചെറുപ്പകാലം ഓർക്കുന്നു. അവരെ പിടിച്ചു മാറ്റുന്നതിന് പകരം ആസ്വദിച്ച് നോക്കി നിൽക്കാം എന്ന് പറഞ്ഞ് എന്റെ തലമണ്ടയ്ക്ക് ഒരു കാരണവുമില്ലാതെ രണ്ട് കിടുക്കും തന്ന് ഏതോ ഒരു മുതിർന്ന അമ്മായി. ഇവിടെ എന്റെ തെറ്റെന്താണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും എനിക്ക് ചെറുപ്പത്തിൽ വളരെ ഇഷ്ടമുള്ള ബൈബിൾ വചനങ്ങളായിരുന്നു. കാരണം തിരിച്ചടിക്കാൻ പറ്റാത്തവന്റെ വേദന എത്ര കഠിനമാണെന്ന് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ. അനിയൻ ചേട്ടനെ അടിച്ചാൽ അവൻ കുഞ്ഞല്ലേ, നീ ചേട്ടനല്ലേ, നീ ക്ഷമിക്കേ, നിനക്ക് ക്ഷമിക്കാൻ മേലെ തുടങ്ങിയ ഉപദേശങ്ങൾ നിങ്ങളും ഒരുപാട് കേട്ടു കാണും. അവർ അടിച്ചും തിരിച്ചടിച്ചും വളരട്ടെ എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സബ് കോൺഷ്യസിലേക്കും അൺകോൺഷ്യസിലേക്കും സപ്രസ് ചെയ്ത് അവരുടെ മനസ്സ് അഗ്നിപർവ്വതം പോലെ വലുതായിട്ടുണ്ടാവും. പിന്നീടുള്ള വ്യക്തിത്വ വളർച്ചയിൽ അത് വളരെ ദോഷം ചെയ്യും. തിരിച്ചടിക്കാൻ പറ്റാത്ത നല്ല കുട്ടിയുടെ ഇമേജ് ഒരു വിങ്ങലാണെന്ന് പലപ്പോഴും ആരും തിരിച്ചറിയുന്നില്ല. ക്ലാസ്സിലോ പുറത്തോ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ചുമ്മാ ചൊറിയുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് രണ്ടുപേർക്കും ഗുണം ചെയ്യുന്നതായാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. മുതിർന്നവർ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സീരിയസ് ആയ ഒരു പ്രശ്നമായി അത് തീരുന്നില്ലെങ്കിൽ. എന്നാൽ അത് അതോടെ തീരണം. പിന്നെ അവർ ഫ്രണ്ട്സ് ആയിരിക്കണം. രണ്ടാമതൊന്ന് ചൊറിയുന്നതിന് മുമ്പ് ചൊറിയുന്നവൻ ഒന്നുകൂടെ ആലോചിക്കും. ഇനി തിരിച്ചടിക്കാൻ പറ്റാത്തത്ര വലുതാണ് ആദ്യം ആക്രമിച്ച വ്യക്തി എങ്കിലോ പ്രതികരിക്കാൻ പറ്റാവുന്ന ഏറ്റവും അടുത്ത സമയം മാതാപിതാക്കളുടെ സഹായത്തോടെ തന്നെ പ്രതികരിക്കണം. ചിലപ്പോൾ ഗുരുസ്ഥാനീയരോ അടുത്ത ബന്ധുക്കളോ ഒക്കെ ഇതുപോലെ ദ്രോഹിച്ചിട്ട് പുറത്തു പറയാൻ പറ്റാതെ വിങ്ങലായി മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും. ഇവിടെയാണ് മാതാപിതാക്കൾക്ക് തന്റെ മകന് മകൾക്ക് എന്തും തുറന്നു പറയാൻ തക്കവണ്ണമുള്ള ഒരു സുഹൃത്തായി മാറേണ്ടതിന്റെ ആവശ്യകത. നമ്മുടെ പണവും പദവിയും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ സമയം എത്ര വിലയേറിയതുമായിക്കൊള്ളട്ടെ, അതിനേക്കാളെല്ലാം വിലയേറിയ ഒരു നിധിയാണ് ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ഏത് പ്രശ്നത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. എനിക്ക് നിന്നെ മനസ്സിലാവും, നിനക്കെന്നെ വിശ്വസിക്കാം. നിന്നെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞാൻ നിന്റെ കൂടെ നിൽക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിങ്ങുന്ന ഹൃദയം മനസ്സിലാക്കാൻ എത്രത്തോളം ചെറുതാവണോ അത്രയ്ക്കും നാം ചെറുതാവണം. കാരണം ലക്ഷ്യം ഒന്നേയുള്ളൂ, എന്റെ മകനെ അല്ലെങ്കിൽ മകളെ അവർ പണ്ടുണ്ടായിരുന്ന അതേ ഊർജ്ജസ്വലതയിലേക്ക്, സ്നേഹത്തിലേക്ക്, സന്തോഷത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം.
ലക്ഷ്യം എത്രത്തോളം ശ്രേഷ്ഠമാണോ അതിനുവേണ്ടി സമയം നീക്കിവെക്കുക. സ്നേഹവും കരുതലും കൊടുത്ത് അവർ കരുത്തുള്ളവരായി വളരട്ടെ. ലോകത്തിൽ നിന്ന് അവരെ വേർപ്പെടുത്തി വളർത്താനൊന്നും നമുക്കാവില്ല. അവർ ചുറ്റുപാടുകളെ കണ്ടും കേട്ടും വളരട്ടെ, വിവേചിക്കാൻ പഠിക്കട്ടെ. പുറമേ കാണുന്ന പകിട്ടുള്ള പുറംകുപ്പായങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ആന്തരിക വ്യക്തിത്വം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന അളവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.